ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ചെമ്മനൽപ്പൂവിൻ്റെ പുതിയൊരു എപ്പിസോഡ് വീഡിയോയിലേക്ക് സ്വാഗതം. എപ്പിസോഡിൻ്റെ തുടക്കത്തിൽ തന്നെ കാണിക്കുന്നത് സച്ചിയെ രേവതിയെ മലേഷ്യയിലേക്ക് പോകരുത് എന്നുള്ളൊരു ഉദ്ദേശത്തോടു കൂടി തന്നെ നിൽക്കാണ്ട് ശ്രുതി. അതുകൊണ്ട് തന്നെ അവരെ പരമാവധി തടയാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും ശ്രുതിയുടെ പദ്ധതികളൊന്നും തന്നെ ഏൽക്കുന്നില്ല. സച്ചിയും രേവതിയും മലേഷ്യയിലേക്ക് പോവുകയാണെന്നുള്ളൊരു ഉറച്ച തീരുമാനത്തോട് തന്നെ നിൽക്കുന്ന സമയത്ത് ശ്രുതി വേഗം മുറിയിലേക്ക് ചെല്ലുകയാണ്. അവിടെ ചെന്നതിന് ശേഷം എങ്ങനെയെങ്കിലും ഇവരുടെ ഒരു പ്ലാനിങ് തകർക്കണം. അതിന് പറ്റിയൊരു നല്ലൊരു വ്യക്തിയെന്ന ശ്രുതിയാണ്. ശ്രുതിയെ ഉപയോഗിച്ച് തന്നെ ഇവരോട് സംസാരിപ്പിച്ച് ആ ഒരു തീരുമാനത്തിൽ നിന്ന് പിന്തിരിപ്പിക്കാം എന്നൊക്കെ ശ്രുതി ഒരു തീരുമാനം എടുക്കാണ് കേട്ടോ. ഇതേ സമയം തന്നെ സച്ചി രേവതിയോടായിട്ട് പറയുന്നുണ്ട്, പാർലറടുത്ത് മിക്കവാറും അടുത്ത തന്ത്രവുമായിട്ട് വരാനുള്ള സാധ്യതകൾ കൂടുതലാണ്. എന്താണെന്ന് ഇതിന് വഴിയെ തന്നെ കാണാം. എന്തായാലും നമ്മൾ എടുത്തു വെച്ച കാലം, മുന്നോട്ട് വെച്ച കാലം പിന്നോട്ടില്ല, ഇതേ രീതിയിൽ തന്നെ മുന്നോട്ട് പോകാം എന്നൊക്കെ പറയുമ്പോഴത്തേക്ക് രേവതിയും അത് സമ്മതിക്കുകയാണ്. ഇതേ സമയം തന്നെ ശ്രുതിയാകട്ടെ, ശ്രുതി വരുന്ന കാണുമ്പോൾ തന്നെ ഭയങ്കര കരച്ചിലും ബഹളവുമാണ്. അതിന് കാരണം മറ്റൊന്നുമല്ല, മലേഷ്യയിലേക്ക് അവർ പോയി കഴിഞ്ഞാൽ അച്ഛനെ കാണുന്ന സമയത്ത് അച്ഛന് ഇവരുടെ ഈ ഒരു വരവിൽ ഭയങ്കര സങ്കടമാവും. കാരണം ആദ്യമായിട്ട് ഇവരെ കാണുന്ന ജയിലിലായതുകൊണ്ട് തന്നെ അച്ഛന് താങ്ങാനാവുകയില്ല. ശ്രുതി മാത്രമല്ല, ഇവരങ്ങോട്ടേക്ക് ചെന്നു കഴിഞ്ഞാൽ അച്ഛൻ്റെ ഈ ഒരു ദുരിതത്തെ കണ്ട് സന്തോഷിക്കാൻ വന്നതാണെന്നൊക്കെ അച്ഛൻ കരുതുകയുള്ളൂ. അതുകൊണ്ട് തന്നെ ശ്രുതി സംസാരിച്ച് തന്നെ അവരെ പിന്തിരിപ്പിക്കണമെന്നൊക്കെ പറയുമ്പോഴത്തേക്കും ഞാൻ പറഞ്ഞാലൊന്നും കേൾക്കുകയില്ല എന്ന് ശ്രുതി പറയുന്നുണ്ടെങ്കിൽ എങ്ങനെയെങ്കിലും ശ്രുതി മാറ്റണം, ഇത് എൻ്റെയും കൂടെ ആവശ്യമാണെന്നൊക്കെ ശ്രുതി പറയുമ്പോഴത്തേക്കും ശ്രുതി പറയുന്നുണ്ട്, നിനക്ക് എന്നെ അറിയാൻ പാടില്ല എന്നിട്ട് ശ്രുതി, ഞാൻ എന്തായാലും അവരെ ഈ ഒരു തീരുമാനത്തിൽ പിന്തിരിപ്പിക്കുന്നതായിരിക്കുമെന്നും പറഞ്ഞുകൊണ്ട് നേരെ ഹാളിലേക്കില്ലട്ടെ. ഈ ഒരു സമയത്ത് ഹാളിൽ എല്ലാവരും ഉണ്ട്. അവിടെ ചെന്നതിന് ശേഷം എല്ലാവരോടായിട്ട് മലേഷ്യയിലെ ട്രിപ്പ് ക്യാൻസൽ ചെയ്യണമെന്നൊക്കെ പറയുമ്പോഴത്തേക്കും സച്ചി ചോദിക്കുന്നു, നിൻ്റെ ഭാര്യ പറഞ്ഞിട്ടാണ് നീ ഇങ്ങോട്ടേക്ക് വന്നതെന്ന് ചോദിക്കുമ്പോഴത്തേക്കും ശ്രുതി ഒരു നിമിഷം പതറുന്നുണ്ടെങ്കിലും അങ്ങനെയൊന്നുമില്ല, ഇത് എൻ്റെ തീരുമാനമാണ്, അങ്ങോട്ട് നിങ്ങൾ പോകേണ്ട ആവശ്യം എന്താണ്, ശ്രുതിയുടെ അച്ഛൻ്റെ ചിലവിൽ ജീവിക്കാനായിട്ടാണ് അങ്ങോട്ടേക്ക് പോകുന്നതെങ്കിൽ നാണം കെട്ട് പോകുന്നതിന് തുല്യമല്ലേ എന്നൊക്കെ ശ്രുതി ചോദിക്കുന്ന കൂട്ടത്തിൽ തന്നെ നിങ്ങൾ ജയിലിൽ പോയി ശ്രുതിയുടെ അച്ഛനെയും കാണരുതെന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഇതെല്ലാം നിന്നെ മാറിയെന്ന് മുകളിലത്തെ നിലയിൽ നിന്നുകൊണ്ട് ശ്രുതിയും കേൾക്കുന്നുണ്ട് കേട്ടോ. എന്നാൽ സച്ചി പറയുന്നുണ്ട്, ഞങ്ങൾ വെച്ച കാലം പിന്നോട്ടില്ല, ഞങ്ങൾ തീർച്ചയായിട്ടും അവിടെ പോയി കാണുന്നതായിരിക്കും എന്നൊക്കെ പറയുമ്പോൾ രേവതി പറയണം, അല്ലെങ്കിലും അമ്മ നമ്മളിപ്പോൾ ആപത്ത് കാലത്തല്ല അവരെ കൂടെ നിൽക്കേണ്ടത്, ഇദ്ദേഹം ജയിലിൽ നിന്ന് ഇറങ്ങി വന്നതിന് ശേഷം നമ്മൾ പോയി കണ്ടിട്ട് എന്താ കാര്യം എന്നൊക്കെ ചോദിക്കുമ്പോഴത്തേക്കും അല്ലെങ്കിൽ തന്നെ പാർലറടുത്ത് അച്ഛൻ എന്ന് ജയിലിൽ നിന്ന് വരാനാണ്, പാർലറടുത്ത് പറയുന്ന പോലെ അച്ഛൻ ജയിലിൽ നിന്ന് ഇറങ്ങാൻ പറ്റുകയുള്ളൂ എന്ന് സച്ചി പറയുമ്പോഴത്തേക്കും ശ്രുതിക്ക് നന്നായിട്ട് തന്നെ കൊള്ളുന്നുണ്ട്. ശ്രുതി വേഗം തന്നെ പറയുന്നുണ്ട്, അങ്ങനെയൊന്നുമില്ല, അച്ഛൻ എത്രയും വേഗം തന്നെ ഇറങ്ങുമെന്നാണ് ഞാൻ അറിഞ്ഞത്, ഞാൻ അങ്ങോട്ടേക്ക് വിളിച്ച് ചോദിച്ചിരുന്നു, അച്ഛൻ്റെ അസിസ്റ്റൻറ്റ് പറഞ്ഞത് അച്ഛൻ എത്രയും വേഗം ജയിലിൽ നിന്ന് ഇറങ്ങാനുള്ള ഏർപ്പാടുകളൊക്കെ ചെയ്തിട്ടുണ്ടെന്നാണ് പറഞ്ഞതെന്നൊക്കെ പറയുമ്പോഴത്തേക്കും എന്നാൽ നമ്മൾ എത്രയും വേഗം തന്നെ പോകണം, നമ്മൾ അദ്ദേഹത്തെ ജയിലിൽ പോയി കാണുക, അദ്ദേഹത്തിന് ഒരു ആശ്വാസമായിരിക്കും, അതല്ല അദ്ദേഹം ജയിലിൽ നിന്ന് വന്നതിന് ശേഷമാണ് നമ്മൾ അങ്ങോട്ടേക്ക് ചെല്ലുന്നതെങ്കിൽ അദ്ദേഹം വിചാരിക്കുക സ്വത്ത് കെട്ട് മോഹിച്ചിട്ടായിരിക്കുമെന്നല്ലേ, അതുകൊണ്ട് എത്രയും വേഗം നമുക്ക് പോകാമെന്നൊക്കെ രേവതി പറയുമ്പോഴത്തേക്കും ശ്രുതി പറയുന്നത്, അമ്മ അവളുടെ വാക്ക് കേട്ട് എങ്ങോട്ടേയും പോകാനൊരിക്കരുത്, അമ്മയെ പിന്നീട് ഞാനൊരിക്കലും മലേഷ്യയിൽ കൊണ്ടുപോകാം എന്നൊക്കെ പറയാം, ഒന്ന് പോയട, നീ കൊണ്ടുപോകുന്ന പോക്കി നിന്ന് കഴിഞ്ഞാൽ ഞാൻ ഇവിടെ തന്നെ നിൽക്കുകയുള്ളൂ, എന്തായാലും ഞാൻ സച്ചിയുടെ രേവതിയോടെ പോകും എന്നൊരു തീരുമാനം എടുത്തിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് ചന്ദ്ര അവിടെ നിന്ന് പോവുകയാണ് കേട്ടോ. അപ്പോൾ ഇതും കൂടെ കേൾക്കുമ്പോഴത്തേക്ക് സച്ചിക്കും രേവതിക്കും ഭയങ്കര സന്തോഷമാണ്. കാരണം തങ്ങളുടെ പ്ലാനിങ് നല്ല രീതിയിൽ തന്നെ വർക്കൗട്ട് ആയിട്ടുണ്ട്. എന്നാൽ മുകളിലത്തെ നിലയിൽ നിന്ന് നേരെ റൂമിലേക്ക് തന്നെ ശ്രുതിയാകട്ടെ ആകെ നിരാശയിലാകട്ടെ. കാരണം ഈ ഒരു മലേഷ്യൻ ട്രിപ്പ് ക്യാൻസൽ ചെയ്തില്ല എന്നാണ് തങ്ങളുടെ കള്ളത്തരങ്ങളെല്ലാം തന്നെ പൊളി. അതുകൊണ്ട് തന്നെ എങ്ങനെയെങ്കിലും അടുത്തൊരു സൂത്രം ഒപ്പിക്കണമെന്ന് കരുതിക്കൊണ്ട് തന്നെ മീരയുടെ അടുത്തേക്ക് ചെന്നതിന് ശേഷം അങ്ങോട്ടേക്ക് ബീരാനെ വിളിച്ച് വരുത്തുന്നുണ്ട്. ശ്രുതിയെ കാണുമ്പോൾ തന്നെ ബീരാൻ പറയുന്നുണ്ട്, നിൻ്റെ കള്ളത്തരങ്ങൾക്കൊന്നും കൂട്ടിക്ക് എന്നെ കൊണ്ട് പറ്റുകയില്ല ശ്രുതി, അതിന് വേണ്ടിയിട്ടാണ് എന്നെ വിളിച്ച് വരുത്തി, ഞാൻ പോയിക്കോളാം എന്ന് പറഞ്ഞ് പോകുന്ന സമയത്ത് സാറൊന്ന് നിൽക്കണം, എന്നെ എങ്ങനെയെങ്കിലും സഹായിക്കണം എന്നൊക്കെ പറയുമ്പോഴേക്ക് സാറോ നീ ഇപ്പം എൻ്റെ ഇങ്ങനെ പറയുന്നത് ബീരാൻ ചോദിക്കുന്ന സമയത്ത് എൻ്റെ ഇപ്പോൾ അവസ്ഥ അങ്ങനെയാണ്, ഞാൻ പറയുന്ന പോലെ ഒന്ന് അഭിനയിച്ചാൽ മതി, പിന്നെ ഞാൻ ഒരിക്കലും ബീരാൻ ഈ എൻ്റെ ഒരു ജീവിതത്തിലേക്കായിട്ട് കൂട്ടിക്കൊണ്ട് പോരുകയില്ല, ഈ ഒരു റോളോട് കൂടി അവസാനിച്ചു എന്നും പറഞ്ഞുകൊണ്ട് ശ്രുതി കുറച്ച് കാര്യങ്ങളൊക്കെ ബീരാനോട് പറയട്ടെ. എന്നാൽ ബീരാൻ താനിത് ചെയ്യുകയില്ല എന്നൊക്കെ പറഞ്ഞ് വാശി പിടിക്കുന്ന സമയത്ത് മീര പറയുന്നുണ്ട്, ബീരാനൊക്കെ എങ്ങനെയെങ്കിലും സഹായിക്കണം, ഇനി അവളായിട്ട് ഒരു കാര്യത്തിന് ശല്യം ചെയ്യാൻ വരികയില്ല എന്നൊക്കെ പറയുമ്പോഴത്തേക്കും ശ്രുതിയും പറയുന്നു, സാറിനെ ഒരിക്കലും ഞാൻ ശല്യപ്പെടുത്തുകയില്ല, ഇത് നമ്മുടെ അവസാനത്തെ അഭിനയമാണ്, ഇതോടുകൂടി തന്നെ നിർത്താം എന്നൊക്കെ പറയുമ്പോഴത്തേക്കും ബീരാൻ മനസ്സിലോട് കൂടി തന്നെ സമ്മതിച്ചതിന് ശേഷം പോകാൻ നേരത്തെ ഒന്നുകൂടി പറയുന്നുണ്ട്, സച്ചിയുടെ രേവതിയുടെ കണ്ണുമുന്നിൽ ഞാനങ്ങനെ പെട്ട് കഴിഞ്ഞാൽ എന്താകുമെന്നുള്ളൊരു അവസ്ഥയോട് കൂടി തന്നെയാണ് ഞാൻ ജീവിക്കുന്നത്, ഇതോടുകൂടി തന്നെ നീയുമായിട്ടുള്ള എല്ലാ കളിത്തരങ്ങളും ഞാൻ നിർത്തുകയാണ് ശ്രുതി എന്ന് പറഞ്ഞിട്ടാണ് ബീരാൻ അവിടെ നിന്ന് പോകുന്നത്. എന്നിരുന്നാലും ബീരാൻ വരുമെന്നുള്ള ഒരു ആശ്വാസത്തോടു കൂടി തന്നെ നിൽക്കാട്ടെ നമ്മുടെ ശ്രുതി. അപ്പോൾ ഇത്രയുമാണ് ഇന്നത്തെ എപ്പിസോഡ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും കൂടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.